എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായി നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രൈമിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ പുറപ്പെടുവിച്ച് കുഞ്ഞാടിന്റെ രക്തത്തളിയാൽ അവരെ അവിടെ നിന്ന് വിടുവിച്ച് ചെങ്കടൽ വിഭജിച്ച് അവരെ അക്കരെ കടത്തി അവരെ മരുഭൂമിയിലൂടെ നടത്തി കനാനിലെത്തിച്ച ആ വലിയ ഒരു രാഷ്ട്രത്തെക്കുറിച്ച്, ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ സമൂഹത്തെക്കുറിച്ച് ദൈവം പറയുകയാണ്. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. എന്തുകൊണ്ടാണ് ദൈവം ആ വലിയ സമൂഹത്തിന് മേൽ പ്രസാദിക്കാതെ പോയത്? 5 കാരണങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഏതാണ്ട് AD 57 ഈ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത്. കൊരിന്ത് എന്ന് പറയുന്നത് ഒരു തുറമുഖ പട്ടണമാണ്. ധാരാളം വാണിജ്യ വ്യവസായം നടക്കുന്ന ബിസിനസ്സുകാർ വന്നു ചേരുന്ന ഏതൻസിനൊക്കെ സമീപം കിടക്കുന്ന ഒരു സീപോർട്ടാണ് കൊരിന്ത് എന്ന് പറയുന്ന പട്ടണം. അവിടുത്തെ പ്രത്യേകത യഹൂദ യവന മെജോറിറ്റി ഉള്ള സ്ഥലമാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് യഹൂദന്മാർ വന്നു, യവനന്മാർ വന്ന് അവിടെ പാർക്കുന്ന സ്ഥലമാണ്. അനേക ഫിലോസഫേഴ്സും ബിസിനസ്സുകാരും യഹൂദന്മാരും യവനന്മാരും പല ദേശത്തു നിന്ന് വന്ന് പാർക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട്, ഒരു പട്ടണമായതുകൊണ്ട് തന്നെ പല നിലയിലുള്ള വിഗ്രഹാരാധനയും പല നിലയിലുള്ള പാപങ്ങളും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളാണ് കൊരിന്ത് സഭയിൽ വന്നിരുന്ന ആളുകൾ. അപ്പം അവർക്ക് ഒരു ദൃഷ്ടാന്തമായിട്ട് ഇസ്രായേൽ ജനത്തെ എടുത്തു കാണിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് അവരോട് പറയുകയാണ്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു, നമുക്ക് ഇതൊരു മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിന്റെ 1-ാം വാക്യത്തില് ഈ രാഷ്ട്രം അനുഭവിച്ച സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുകയാണ്. പുതിയ നിയമസഭ പോലെ തന്നെ അവർ മേഘത്തിന്റെ കീഴിലായിരുന്നു. നമ്മളും പരിശുദ്ധാത്മാവിന്റെ നിഴലിൻ കീഴിലാണ് ഇരിക്കുന്നത്. പിന്നെ പറയാണ്, അവർ സമുദ്രത്തിലൂടെ സ്നാനമേറ്റു. അതായത് ചെങ്കടലിലൂടെ അവർ സ്നാനത്തിന് മുൻകറിയായിരുന്നു. അവർക്ക് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും ഉണ്ടായിരുന്നു. മേഘം നീങ്ങുമ്പോഴാണ് ഇസ്രായേൽ ജനം നീങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ നടത്തിപ്പ് അവർക്കുണ്ടായിരുന്നു. അവർ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. നമ്മൾ സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേർന്നു. അടുത്ത വാക്യം, എല്ലാവരും ഒരേ ആത്മീക ആഹാരം കഴിച്ചു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകും. യഹൂദന്മാരെ കല്ലെടുത്ത് എറിയാൻ മോശ ഞങ്ങൾക്ക് മരുഭൂമിയിൽ അപ്പം തന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഞാനാണ് അപ്പം. മോശ തന്ന അപ്പം നിങ്ങൾ കഴിച്ചു, നിങ്ങൾ പിതാക്കന്മാർ മരിച്ചുപോയി, എന്നാൽ ഞാൻ കൊടുക്കുന്ന അപ്പം തിന്നുന്നവൻ ഒരു നാളും മരിക്കത്തില്ല എന്ന് യേശു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവരെ വാസ്തവത്തിൽ മരുഭൂമിയിൽ ഇവരെ അനുഗമിച്ചത് ആരെയാ? അവർ ഒരേ ആത്മീക പാനീയം കുടിച്ചു, ഒരേ ആത്മീക ആഹാരം അവർ കഴിച്ചു. അവർ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. അവർ അനുഗമിച്ചതും ക്രിസ്തുവിനെയാണ്. ഇത്ര വലിയ സ്വാതന്ത്ര്യത്താൽ അനുഭവിച്ച ഒരു രാഷ്ട്രം ഇസ്രായേൽ, ഇത്ര വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തപ്പെട്ട ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. എന്നാൽ 5-ാം വാക്യം വായിച്ചേ. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഈ സ്വാതന്ത്ര്യം അനുഭവിച്ച ജനം, നമ്മെ പോലെ തന്നെ വലിയ ആത്മീക അനുഗ്രഹം അനുഭവിച്ച ജനം, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പുണ്ടായിരുന്നു അവരുടെ ജീവിതത്തിൽ. അവർ സ്നാനമേറ്റവരായിരുന്നു. അവർ മേശയിൽ നിന്ന് അപ്പത്തിൽ നിന്ന് ഭാഗഭാക്കുകളായവരായിരുന്നു. ഒരേ ആത്മീക പാനീയം കുടിച്ച ഒരു സമൂഹമായിരുന്നു. അവർ ക്രിസ്തുവിനെയാണ് അവർ അനുഗമിച്ചത്. പക്ഷേ അവർക്ക് എന്ത് സംഭവിച്ചു? അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. എന്നിട്ട് പറയുന്ന വാക്യം എന്താ? ആ കാര്യമുണ്ടല്ലോ, ഈ ആത്മീയ അനുഗ്രഹങ്ങൾ ഇതുപോലെ അനുഭവിച്ച, സ്വാതന്ത്ര്യം അനുഭവിച്ച, ദൈവത്തിന്റെ നടത്തിപ്പും കരുതലും കണ്ടറിഞ്ഞ ആ ഒരു രാഷ്ട്രമുണ്ടല്ലോ, ഒരു സമൂഹമുണ്ടല്ലോ, അവരിൽ ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു എന്നുള്ള ചരിത്രം പുതിയ നിയമസഭയെ നിങ്ങൾ അറിയാതെ പോകരുത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ പറയുകയാണ്. നിങ്ങൾ നോക്കിയേ, ഇതുപോലെ സ്വാതന്ത്ര്യം അനുഭവിച്ച നമ്മൾ
നമ്മളെപ്പോലെ ഒരു സമൂഹമാണ് ഇസ്രായേൽ. അവർ വീണുപോയി. എന്താ അവിടെ ഒന്നാമത് നമുക്ക് തരുന്ന പാഠം? എത്ര ആത്മീക അനുഗ്രഹം ലഭിച്ചാലും നാം വീഴുവാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം, ഈ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ട രാഷ്ട്രം, എന്തുകൊണ്ട് ദൈവം അവരെ പ്രസാദിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അവർ ദുർവിനിയോഗം ചെയ്തു എന്ന് താഴേക്കുള്ള ഭാഗങ്ങൾ പറയുക. 5 കാരണങ്ങൾ പറയുക ഇവരുടെ വീഴ്ചയുടെ പിന്നില്. എന്തുകൊണ്ടാണ് അവർ വീണുപോയത്? ഒന്നാമത്തെ കാരണം നോക്കിക്കേ, അതിന്റെ 6-ാം വാക്യം. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. എന്തുകൊണ്ട് ഈ സമൂഹത്തിലെ ദൈവം പ്രസാദിച്ചില്ല എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാരണം അവർ ദുർമോഹികൾ ആയിരുന്നു. പുതിയ നിയമസഭയോട് പറയാ, ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു. അതുപോലെ പുതിയ നിയമസഭയെ നിങ്ങൾ ദുർമോഹികൾ ആകരുത് എന്ന് പറയുക. അവരെന്താ ദുർമോഹികളായ? സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ചേ. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഈ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുവന്ന ആ ജനം, ദൈവം കരുതിയ ഈ ജനം, ഒരു വേള അവർ ദൈവത്തോട് നിലവിളിക്കുക, കരയുക. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഇറച്ചി കഴിപ്പാനില്ല, ഞങ്ങൾക്ക് എവിടെ നിന്ന് ആര് ഇറച്ചി ഈ മരുഭൂമിയിൽ തരുമെന്ന് ചോദിക്കുക. ഞങ്ങൾ അവിടെ കഴിച്ച വിഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 5-ാം വാക്യം വായിച്ചു. ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇവിടെ എവിടെയെങ്കിലും ഇറച്ചി പറയുന്നുണ്ടോ? അവര് പറയുകയാണ്, ഞങ്ങൾക്ക് ഇറച്ചി ആര് കൊണ്ടുത്തരുമെന്ന് ചോദിക്കുക. പുറപ്പാട് 16:2 വായിച്ച്. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കൾ സംഘമൊക്കെയും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. ഞങ്ങൾക്ക് മാംസം ആര് മരുഭൂമിയിൽ തരുമെന്ന് പറഞ്ഞ് ഇവർ മോശയ്ക്കും അഹരോനും വിരോധമായിട്ട് എന്ന് പറഞ്ഞാൽ ഇവർ ദുരാഗ്രഹികളായി തീർന്നു. ദൈവം അവർക്ക് കൊടുത്ത എത്ര മനോഹരമായ ആഹാരമായിരുന്നറിയോ? തേൻ പുരട്ടിയ ദോശ പോലെയിരുന്നു. സ്വർഗത്തിലെ ശക്തന്മാർക്ക് കൊടുക്കുന്ന ദൂതന്മാരുടെ ആഹാരം എന്ന് വിശേഷിപ്പിക്കുന്ന മന്നെ അവർക്ക് കൊടുത്തേ. പക്ഷെ അവർ ദുർമോഹികളായി, ദുരാഗ്രഹികളായി തീർന്നു. അത് പാടില്ല. അതുകൊണ്ടാണ് ദൈവം അവരിൽ പ്രസാദിച്ചില്ല എന്ന് പറയും. നമ്മളും ഭയപ്പെടേണ്ട ഒരു വിഷയമാണ്. 1 തിമോത്തി 6:10 വായിച്ച്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ദ്രവ്യാഗ്രഹം, ഇത് കാംക്ഷിച്ചിട്ട് ചിലർ വിശ്വാസം വിട്ടുഴന്ന് ബഹുകഷ്ടങ്ങൾക്ക് അധീനരായി തീർന്നു. ഈ ദ്രവ്യാഗ്രഹം പാടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് അതിന്റെ അനന്തരഫലം എന്താണ്? വിശ്വാസം വിട്ടുഴന്ന് ബഹുകഷ്ടങ്ങൾക്ക് അധീനരായി തീർന്നു. എന്തുകൊണ്ടാണ് ദൈവം അവർ പ്രസാദിക്കാതെ പോയേ? അവർ ദുർമോഹികളായി. നമുക്കൊരു ആത്മപരിശോധന വേണം. നമ്മളും അവരെ പോലെ ദുർമോഹികൾ ആകരുത് എന്ന് പറയുക. നമ്മുടെ വിശ്വാസം വിട്ടുഴന്ന് നമ്മൾ പോയിട്ടുണ്ടോ? ദൈവത്തിലുള്ള ആശ്രയം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യമൊക്കെ ശരിയാ. ദൈവത്തിലുള്ള വിശ്വാസം എവിടെ? കൊരിന്ത്യരോട് ചോദിക്കുന്നുണ്ട് മറ്റൊരിടത്ത് പൗലോസ്, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. എന്താണ് ദൈവം അവര് പ്രസാദിക്കാതെ പോയതിന്റെ ഒന്നാമത്തെ കാരണം? അവർ ദുർമോഹികളായി തീർന്നു. രണ്ടാമത്തെ കാരണം പറയുക, നിങ്ങൾ 10:7 വായിച്ചേ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. രണ്ടാമത് ദൈവം പ്രസാദിക്കാതെ ഇരുന്നതിന്റെ രണ്ടാമത്തെ കാരണം പറയാ, അവർ വിഗ്രഹാരാധികൾ. വിഗ്രഹാരാധനയാണ് ദൈവം അവരെ തള്ളിക്കളഞ്ഞത്. കൊരിന്തിലെ സഭ വിഗ്രഹത്തെ ആരാധിക്കുന്ന ആളുകളാണോ? അല്ല. പിന്നെ എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് നിങ്ങൾ അവരെ പോലെ വിഗ്രഹാരാധികൾ ആകരുത് എന്ന് പറഞ്ഞത്? അതിന്റെ അർത്ഥം ഇതാണ്, ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം വേറെ എന്തിനു കൊടുത്താലും അതിനെ ദൈവവചനം വിളിക്കുന്നു. അതാണ് വിഗ്രഹം. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിനാണോ ഒന്നാം സ്ഥാനം? അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 39 മുതൽ 42 വരെ വായിച്ചേ. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു. അഹരോനോട്, ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക, ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലി കഴിച്ചു. തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചുകൊണ്ടിരുന്നു. ദൈവവും പിന്തിരിഞ്ഞു ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെ ദൈവം കൈവിട്ടതെന്ന് പറയുക? അവർ ശരീരം കൊണ്ട് ദൈവത്തിന്റെ അടുക്കലും ഹൃദയം അവർ ദൂരെയുമായിരുന്നു. അവർ ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു പോയി. പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം എടുത്തുകൊണ്ടുവന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ പുതിയ നിയമ പുസ്തകത്തിൽ എഴുതി പുതിയ നിയമസഭയോട് പറയുകയാണ്, ദൈവം അവരെ കൈവിട്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ
ചോദിച്ചാൽ അവർ ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനമാണ്. അവർ മരുഭൂമിയിലൂടെ കനാനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന സമൂഹമാണ്. ആ സമൂഹം മരുഭൂമിയിലൂടെ കനാനിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. ശരീരം എവിടെയാണെങ്കിലും അവരുടെ ഹൃദയം മിസ്രൈമിലേക്ക് തിരിഞ്ഞുപോയി. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം മറ്റു പലതിനും കൊടുത്തു. അതാ വിഗ്രഹാരാധന. ദൈവം അവരെ പ്രസാദിക്കാതിരുന്ന രണ്ടാമത്തെ കാരണം അവർ വിഗ്രഹാരാധികളായി തീർന്നു. അതുപോലെ പറയാ, നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനായിരിക്കണം. ഒന്നാം സ്ഥാനം ആത്മീയ കാര്യത്തിനായിരിക്കണം. ഒന്നാം സ്ഥാനം പ്രാർത്ഥനയ്ക്കായിരിക്കണം. ഒന്നാം സ്ഥാനം ആരാധനയ്ക്കായിരിക്കണം. ഒന്നാം സ്ഥാനം ദൈവിക വിഷയത്തിലായിരിക്കണം. അവിടെ യേശു പറഞ്ഞേ, ദൈവിക വിഷയമായി നിങ്ങൾ സമ്പന്നരാകണം. 1 കൊരിന്ത്യർ 10:8 വായിച്ചേ. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ദൈവം പ്രസാദിക്കാതിരുന്നതിന്റെ മൂന്നാമത്തെ കാര്യം, അവർ പരസംഗം ചെയ്തു. ദൈവത്തിന് അത് അനിഷ്ടമായി തീർന്നു. സംഖ്യാപുസ്തകം 25:1 വായിച്ചേ. ഇസ്രായേൽ ഷിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബിയ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. പരസംഗം എന്ന് പറയുന്ന പാപം ദൈവം ഏറ്റവും വെറുക്കുന്ന കാര്യമാണ്. ഒരു വിശ്വാസി നമുക്ക് ബുദ്ധി ഉപദേശം തന്നിരിക്കുക. ഈ കാര്യം, വിശുദ്ധി നഷ്ടപ്പെട്ടാൽ നാശം ഉറപ്പാ. ഒറ്റ ദിവസം 24,000 പേര് മരുഭൂമിയിൽ പട്ടുപോയത്. വിശുദ്ധി നഷ്ടപ്പെടരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധയുള്ളവരായിരിക്കണം. നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് ഇത് പറയുകയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുക. നാലാമത്തെ കാര്യം, 1 കൊരിന്ത്യർ 10:9 വായിച്ചേ. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവിടെ എന്തുകൊണ്ട് ദൈവം അവരിൽ പ്രസാദിച്ചില്ല എന്ന് പറയുന്നതിന് നാലാമത്തെ കാരണം പറയുകയാണ്, അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ മനം തിരിയുകയോ അവർ അവരുടെ തെറ്റ് മനസ്സിലാക്കി തിരുത്തുകയോ ചെയ്യാതെ അവർ വീണ്ടും വീണ്ടും ദൈവത്തെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. എബ്രായർ 3:16 വായിച്ചേ. അവർ ദൈവത്തെ പരീക്ഷിച്ചു. 17-ാം വാക്യത്തിൽ പറയാ, 40 ആണ്ട് ദൈവം അവരോട് ക്രോധിച്ചു. ദൈവം അവരോട് എതിർത്തു നിന്ന് 40 ആണ്ട്. 18-ാം വാക്യത്തിൽ നോക്കിക്കേ, അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ദൈവം ആണയിട്ടെന്ന്. അതിന്റെ കാരണം എന്താ? അവർ ദൈവത്തെ പരീക്ഷിച്ചു. ഇവരുടെ തുടക്കം എത്ര മനോഹരമായിരുന്നു. അവർ കുഞ്ഞാടിന്റെ രക്തത്തളി ആസ്വദിച്ചവരാ. കുഞ്ഞാടിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ടവരാ. അവർക്ക് വേണ്ടി ദൈവം ചെങ്കടൽ വിഭജിച്ച് ഇക്കരെ കടത്തി ഫറവോനെയും അവന്റെ സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കൊന്നു കളഞ്ഞു. അവരെ സ്നാനപ്പെടുത്തി. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് അവർക്ക് കൊടുത്തു. പകൽ മേഘസ്തംഭം കൊടുത്തു. രാത്രി അഗ്നിത്തൂണ് കൊടുത്തു. തീക്കൽ പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിച്ചു കൊടുത്തു. അവർക്ക് മഞ്ഞ കൊടുത്തു. ഇറച്ചി ചോദിച്ചപ്പോൾ ഇറച്ചി കൊടുത്തു. നിങ്ങൾ നോക്കിയേ, അവരുടെ തുടക്കം എത്ര നല്ലതായിരുന്നു എന്ന്. പക്ഷേ അവരുടെ അവസാന ഒടുക്കം വളരെ പരിതാപകരമായി പോയി എന്നുള്ളതാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. തുടക്കം നന്നായാൽ മാത്രം പോരാ, നമ്മുടെ ഒടുക്കവും ഗംഭീരമായിരിക്കണം. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ഓരോ വിശ്വാസിയും ജീവിക്കുവാൻ ഇടയായി തീരണം. 10-10, 11, 12 വായിച്ചേ. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുകയും അരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു. നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അവരെ ദൈവം പ്രസാദിക്കാതിരുന്നതിന് അഞ്ചാമത്തെ കാരണം, അവർ പിറുപിറുത്തു. ദൈവത്തോട് പിറുപിറുത്തു എന്ന് പറയാം. പുറപ്പാട് പുസ്തകം 16:2 നമ്മളതാ വായിക്കുന്നത്. അവർ ദൈവത്തോട് പിറുപിറുത്തു. അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, നമുക്കോ ബുദ്ധി ഉപദേശത്തിനായിട്ട് നൽകിയിരിക്കുന്നു. 12-ാം വാക്യത്തിൽ എന്താ കാണുന്നത്? ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. ദൈവത്തിന്റെ വചനം പറയുക, വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇസ്രായേൽ ജനം വീണെങ്കിൽ നമ്മളും വീഴാൻ സാധ്യതയുണ്ട് എന്ന് പറയുക. ഒന്ന്, അവർ ദുർമോഹികളായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവരിൽ പ്രസാദിക്കാതെ പോയത്. അവിടെ വചനം പറയാ, നമ്മളും ദുർമോഹികൾ ആകരുത്. രണ്ടാമത്, അവർ വിഗ്രഹാരാധികളായി. അതുപോലെ നമ്മളും വിഗ്രഹ ആരാധികളാകരുത് എന്ന് പറയുക. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം വേറെ ഒന്നിനും കൊടുക്കരുത്. അതാണ് വിഗ്രഹം എന്ന് പറയുന്നത്. മൂന്നാമത്, അവർ ദൈവത്തെ പരീക്ഷിച്ചു. അതുപോലെ നമ്മളും ദൈവത്തെ പരീക്ഷിക്കരുത്. 4, അവർ പരസംഗം ചെയ്തു. അവിടെയും പറയുകയാണ്, വിശുദ്ധി സൂക്ഷിച്ചോണം, ഇല്ലെങ്കിൽ നാശം ഉറപ്പാണെന്ന് നമ്മളോട് പറയുക. 5-ാമത് പറയാ, അവർ പിറുപിറുത്തു. ഇതെന്താ? നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി തന്നിരിക്കുക. ഇവിടെ വചനം പറയുകയാണ്, ഈ വലിയ സമൂഹം, ഈ വലിയ രാഷ്ട്രം, ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിച്ച ഈ രാഷ്ട്രം, സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തപ്പെട്ട ഈ സമൂഹം, അവർ വഴിയിൽ പട്ടുപോയി. അവരെ ദൈവം മരുഭൂമിയിൽ തള്ളിയിട്ടു. ദൈവം അവരിൽ പ്രസാദിച്ചില്ല. അതിന്റെ കാരണമാണ് നമ്മൾ കേട്ടത്. അതുകൊണ്ട് നമ്മളും ഭയപ്പാടോടെ തന്നെ ജീവിപ്പാൻ ഈ ദിവസങ്ങളിടെയാകണം. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക.